വാർത്തയിലേക്ക്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമത്തിന് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. കൊച്ചിയിലോ കോഴിക്കോടോ ആകും സംഗമത്തിന് വേദിയാവുക. മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽ നിന്നായി ക്ഷണിക്കപ്പെട്ട ആളുകളെ പങ്കെടുപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ എതിർപ്പ് പ്രകടിപ്പിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുകയാണ്. ഒപ്പം CB അനുമോദ് മലപ്പുറത്ത് നിന്ന്, MS അനീഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നത്. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ന്യൂനപക്ഷ സംഗമം അതൊരു സെമിനാറിന്റെ രൂപത്തിലാണ് എന്നാണ് അനൌദ്യോഗികമായി സർക്കാരിൽ നിന്ന് കിട്ടുന്ന വിവരം. ഡാൻ, എന്താണ് ഇക്കാര്യത്തിൽ ഇന്നലെ വാർത്ത വന്നതാണ്, എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്? ഇതിപ്പോൾ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിക്കായിരിക്കുമല്ലോ ഇതിന്റെ ചുമതല. എന്തെങ്കിലും ഇതേക്കുറിച്ച് ഔദ്യോഗികമായിട്ട് പറയാൻ തയ്യാറായിട്ടുണ്ടോ സർക്കാർ? മഞ്ജുഷ, 2 തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അനൌദ്യോഗിക പ്രചാരണം എല്ലാ മുന്നണികളും ആരംഭിച്ച ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു നീക്കമുണ്ടാകുന്നത്. നിലവിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് തന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്ന ആക്ഷേപം വലിയ തരത്തിൽ പ്രചാരണ വിഷയമാക്കി മാറ്റാൻ UDF ശ്രമിക്കുന്നതിനിടയിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള ഒരു നീക്കം കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് വളരെ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ ടാറ്റിക്സ് വർക്കൌട്ട് ചെയ്യുന്നു സർക്കാർ എന്ന് വേണം പറയാൻ. പലപ്പോഴും വെല്ലുവിളിയായി മാറിയിരുന്നത് വിശ്വാസ സമൂഹങ്ങളോട് ഇടത് സർക്കാർ സ്വീകരിച്ചിരുന്ന സമീപനമായിരുന്നു. നമുക്കറിയാം, ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലടക്കം സർക്കാർ സ്വീകരിച്ച നിലപാട് വലിയ തരത്തിൽ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വെല്ലുവിളിയായി മാറുന്നത് കേരളം കണ്ടതാണ്. എന്തായാലും നിലവിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയും വലതുമുന്നണിയും മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. ആ പശ്ചാത്തലത്തിൽ വിശ്വാസ സമൂഹത്തെ ഒപ്പം ചേർക്കാതെ ഒരു മുന്നണിക്കും അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവിൽ നിന്നാണ് ഇങ്ങനെയൊരു നിർണായകമായ നീക്കം LDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ 9.5 വർഷമില്ലാത്ത എന്ത് സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് വിശ്വാസികളോട് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് അടക്കം രംഗത്തെത്തിയത്. അതിനിടയിലാണ് വിപുലമായി തന്നെ അത് നടത്താനുള്ള ക്രമീകരണങ്ങൾ ഒരു വശത്ത് പൂർത്തിയാകുന്നതിനിടയിൽ ന്യൂനപക്ഷ സംഗമത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കൂടി സർക്കാർ കടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായങ്ങളെയും ഒപ്പം ചേർത്ത് നിർത്തുക എന്നൊരു വലിയ രാഷ്ട്രീയ തന്ത്രമാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് സർക്കാരിനെ നയിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇതിനോട് UDFന്റെ ഭാഗമായിട്ടുള്ള ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്നതാണ് ഇനി അറിയാനുള്ളത്. ഇപ്പോൾ തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു, അതിൽ എതിർപ്പുമായി രംഗത്ത് വരുമെന്ന്. പക്ഷേ ഏത് തരത്തിലായിരിക്കും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട മുമ്പോട്ടൊരു ചുവടുവെപ്പ് നടത്തുന്നത് എന്നതായിരിക്കും ഈ പ്രതിഷേധങ്ങളുടെ ഒരു വ്യാപ്തിയൊക്കെ തീരുമാനിക്കുക. ശരി, ഇപ്പോൾ MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. അനീഷ്, ഇക്കാര്യത്തിൽ മുസ്ലിം സംഘടനകൾ എന്തെങ്കിലും നിലപാട് പറഞ്ഞിട്ടുണ്ടോ? അതോ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കട്ടെ എന്നതാണോ നിലപാട്? പ്രത്യേകിച്ച് സമസ്തയുടെ നിലപാട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? സമസ്ത ഇക്കാര്യത്തിലൊരു നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മൾ സമസ്ത നേതാക്കളുമായി രാവിലെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. എന്താണ് ഈ പരിപാടി എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ചിത്രം ഇനിയും ലഭിച്ചിട്ടില്ല. സംഗമം കൊണ്ട് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഒരു ചിത്രമില്ല. ഒപ്പം ഈ എന്ത് അജണ്ട അനുസരിച്ചാണ് ഈ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ചും ഒരു ചിത്രം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭിച്ച ശേഷം മാത്രം ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാം, അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക ക്ഷണം ലഭിച്ച ശേഷം മാത്രം ഇക്കാര്യത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയാം എന്ന ഒരു നിലപാടാണ് സമസ്തയ്ക്കുള്ളത്. മറുവശത്ത് കാന്തപുരം വിഭാഗമൊക്കെ സർക്കാർ ഏതു തരത്തിലുള്ള ചടങ്ങുകൾ സംഘടിപ്പിച്ചാലും അതിനോടൊക്കെ എല്ലാ കാലത്തും സഹകരിക്കുന്ന ആളുകളാണ്. ഈ വിസ്ഡം പോലുള്ള മറ്റ് ചെറു ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഇക്കാര്യത്തിലേക്ക് ക്ഷണിക്കുമോ, അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തിലാണ് സർക്കാർ ഈ സംഗമം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തതയ്ക്കായാണ് എല്ലാ സംഘടനകളും കാത്തു നിൽക്കുന്നത്. എന്തായാലും പരിപാടി സംബന്ധിച്ച ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിക്കാം എന്ന് തന്നെയാണ് സംഘടനകൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, നേരത്തെയും കോഴിക്കോട് ആസ്ഥാന
അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ മലബാറിനെയൊക്കെ കേന്ദ്രമാക്കി നിരവധി സംഗമങ്ങൾ CPM ഒരു പാർട്ടി എന്ന രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടും പൊതു സിവിൽ കോഡുമായി ബന്ധപ്പെട്ടും ഒക്കെ വലിയ പ്രതിഷേധ സംഗമങ്ങൾ തന്നെ CPM നടത്തിയിരുന്നു. ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഒരു പ്രതിഷേധത്തിന് പ്രക്ഷോഭത്തിനും ആലോചിക്കും മുമ്പ് തന്നെ ആദ്യ ഒരു പടി എന്ന രീതിയിൽ CPM ആണ് ഇത്തരം സംഗമങ്ങൾ വിളിച്ചു ചേർക്കുകയും ആ സംഗമത്തിലേക്ക് സമസ്ത അടക്കമുള്ള എല്ലാ മുസ്ലിം സംഘടനകളും എത്തുകയും ചെയ്തു. അന്നൊരു പക്ഷേ മുസ്ലിം ലീഗ് പോലും ഇത്തരം പ്രതിഷേധ പരിപാടികളെ സ്വാഗതം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അവരെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ തുറന്ന ചർച്ചകൾക്ക് വഴിവെച്ച സംഗമങ്ങളാണ് ഒരു രാഷ്ട്രീയ പരിപാടി എന്ന നിലയിൽ CPM സംഘടിപ്പിച്ചത്. എന്നാൽ അതിൽ നിന്നും ഒരു പടി കടന്നാണ് ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക പരിപാടി എന്ന രീതിയിലേക്ക് ഈ ന്യൂനപക്ഷ സംഗമം മാറുന്നത്. മുസ്ലിം സംഘടനകൾ മാത്രമല്ല ക്രൈസ്തവ സംഘടനകളെയും വിളിക്കുന്നു. ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിക്കാൻ ശ്രമം നടത്തുന്നുവെന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ അങ്ങനെയല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളെയും കേൾക്കാൻ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള അവസരങ്ങൾ നൽകുന്നു എന്ന ഒരു തരത്തിലേക്ക് ഒരു വ്യാഖ്യാനം ഇതിന് നൽകാൻ CPM ശ്രമിക്കും. എന്തായാലും എന്താണ് ഈ സംഗമത്തിൽ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ സംഗമത്തിൻ്റെ അജണ്ട എന്നതനുസരിച്ചായിരിക്കും ഇതിനോടുള്ള പ്രതികരണമെന്നാണ് എല്ലാ മുസ്ലിം സംഘടനകളും വ്യക്തമാക്കുന്നത്. ശരി ഡാൻ, ഇക്കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ മന്ത്രിസഭ എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു, വിവിധ വകുപ്പുകളുമായി ക്രോഡീകരിച്ച് സെമിനാറുകൾ നടത്തുക. അത് വിഷൻ 2031 അങ്ങനെയായിരുന്നു അതിൻ്റെ ടാഗ് ലൈൻ ഇട്ടിരുന്നതും. അപ്പോൾ അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു സെമിനാർ എന്ന രീതിയിലാണ് അനൗദ്യോഗികമായി സർക്കാരിൽ നിന്ന് വിശദീകരണം കിട്ടുന്നത്. അതല്ലാതെ ഇത് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് മാത്രമായി നടത്തുന്ന ഒരു ന്യൂനപക്ഷ സംഗമം അങ്ങനെ പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലുള്ള അനൗദ്യോഗിക വിവരങ്ങളും വരുന്നുണ്ടല്ലോ. അതായത് ഇത് വിവാദമുണ്ടാക്കുമെന്ന് കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു പിന്മാറ്റമാണോ, അതോ സർക്കാർ യഥാർത്ഥത്തിൽ അതാണോ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ക്ലാരിറ്റി ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ടോ? സെമിനാറിന് ഔദ്യോഗികമായ ഒരു വിശദീകരണം നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ സെമിനാറിന് ഒരു സംഗമത്തിന്റെ പ്രതീതിയായിരിക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതിലെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ലീഗ് അടക്കം അവരുടെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് വിശ്വാസ സമൂഹത്തോട് എപ്പോഴും ഒരു കൈ അകലം പാലിച്ചിരുന്ന നിലപാടായിരുന്നു പല വിഷയങ്ങളിലും ഇടത് സർക്കാരിനുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിർണായകമായ മാറ്റം വന്നിരിക്കുന്നു. മാത്രവുമല്ല BJP ഒരു നിർണായക ശക്തിയായി. അവർക്ക് തനിച്ച് ഭരിക്കാനോ അധികാരത്തിലെത്താനോ ഒന്നും കഴിഞ്ഞില്ലെങ്കിലും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ BJP പിടിക്കുന്ന വോട്ടുകൾ ഒരു നിർണായകമായി മാറുന്ന സാഹചര്യം കേരളത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് വിശ്വാസ സമൂഹത്തെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, ഒപ്പം ചേർത്ത് നിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ ഭവിഷ്യത്തുകൾ എത്ര കണ്ട് വലുതായിരിക്കുമെന്ന തിരിച്ചറിവിൽ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് സർക്കാർ കടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അതിലൂടെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസ സമൂഹത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ സർക്കാരിനുണ്ട്. അതോടൊപ്പമാണ് ന്യൂനപക്ഷ സമുദായങ്ങളെ കൂടി ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായി ഈ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സമാനമായ തരത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ന്യൂനപക്ഷ സംഗമത്തിന് കൂടി സർക്കാർ തയ്യാറെടുക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ വിളയിൽ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അനിൽ വിളയിൽ, ഇപ്പോൾ ന്യൂനപക്ഷ സംഗമം സർക്കാർ നടത്താൻ പോവുകയാണ്. അതൊരു സെമിനാർ എന്ന രീതിയിലൊക്കെയാണ് സർക്കാർ പറയുന്നത് എങ്കിൽ പോലും ക്രൈസ്തവരെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും അവരായിരിക്കും ഇതിൽ പങ്കെടുക്കുക. അങ്ങനെ ആ രണ്ട് സമുദായങ്ങളെയും ഉദ്ദേശിച്ചുള്ള ഒരു ന്യൂനപക്ഷ സംഗമം എന്ന രീതിയിലാണ് എങ്ങനെ